ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ നടക്കൽ. അപ്പോൾ നടക്കാൻ പോവാം. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ റെഡി ആയിട്ട്. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് മുക്കുരു ഉണ്ടോ? എനിക്ക് ഈ 5 മുഖക്കുരുവിനോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം എന്തറിയോ, ഇത്രയും ക്യൂ പാലിച്ച് ഡിസിപ്ലിനായിട്ട് പോയിട്ടുള്ള വേറൊരു സംഭവമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലാത്ത സാധനവും എൻ്റെ മുഖത്ത് കാണുന്നതും ഡിസിപ്ലിനാണ്. പിന്നെ എല്ലാവരും പറയിപ്പിക്കാൻ വേണ്ടി അവിടെ ഇവിടെയും കുറേ എണ്ണം കാണും. അതാണ് അത് കാര്യമാക്കണ്ട. ഞാൻ അവരൊന്നും ചെയ്തില്ല. കാരണം അങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ഡിസിപ്ലിൻ പഠിക്കട്ടെ. അതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലിപ് ബാം തേക്കുക. മുഖമാകെ പഞ്ചറായതുകൊണ്ട് ബ്ലഷ് ഇടാൻ പറ്റില്ല. സോ നമ്മൾ ലിപ് ബാം, ലിപ്സ്റ്റിക്, അത്രേ ഉള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വന്ന് ഒരു പരിപാടി ഇല്ലാത്ത അവസ്ഥയാണ്. ഞാനൊക്കെ ജീവിക്കുന്ന തന്നെ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തന്നെ ഈ അവസ്ഥ. അപ്പം നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ മേക്കപ്പ് ഇട്ടിട്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണം. ഞാനിപ്പോൾ മേക്കപ്പ് ഇട്ട് നടക്കാൻ പോകാം. കാണുന്നവർ വിചാരിക്കും ഇപ്പം എന്തിന് ഇത്രയും മേക്കപ്പ് ഒക്കെ വാരിയിട്ടേക്കുന്നത്? ഹു കെയർസ്? ഇതൊക്കെ വാരിയിട്ടാലും പോയി ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ആ കപ്പേ കാണും. പിന്നെ അത് ഞാൻ തുടച്ച് നിൽക്കുന്ന പാട്. ഈ പ്രത്യേകിച്ചൊന്നുമില്ല. മുടി ഒന്ന് ബൺ കെട്ടണം. കാരണം ഇവിടുത്തെ ചൂടിന് ഈ മുടി അയച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്നെ സൈക്കാട്രിക് വാർഡിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത്രയ്ക്ക് ചൂടാണ്. എൻ്റെ പൊണിറ്റയിൽ ഇത്രയും എൻ്റെ പൊണിറ്റയിലല്ല ഇത് എന്താണ് ബൺ ഇത്രയും എളുപ്പപ്പെട്ടതാണ്. മുടി പോലെ കണ്ടാ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നടുക്കൂന്നൊരു വകുപ്പെടുക്കും. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഒരു കുറച്ച് മുടി ഇങ്ങോട്ട് ഫാഷനായിട്ടിടും. വെള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫാഷനായിട്ടുള്ള ആ മുടി എവിടെ പോയിന്ന് പോലും കാണാൻ പറ്റത്തില്ല. കാരണം മൊത്തം പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഏതാണ് ഫാഷൻ ഇല്ലാത്തത് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഇന്ന് ബ്ലഷ് ഒന്നുമില്ല. കാരണം ബ്ലഷിന് പകരം എൻ്റെ മുഖത്ത് ചുമന്ന കുരുകൾ ഇങ്ങനെ വന്ന് നിൽക്കുക. എന്തോ ഞാനാണ്. പിന്നെ ഐലൈനറൊന്നുമില്ല, എഴുതുന്നില്ല. അത്രേ ഉള്ളൂ.